വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ആരോപണം ശക്തമാകുന്നതിനിടെ കുടുംബത്തെ സന്ദർശിച്ച കോൺഗ്രസ് നേതൃത്വം. നേതാക്കൾക്കെതിരെയുള്ള സാമ്പത്തിക ക്രമക്കേട് ആരോപണം അന്വേഷിക്കാനെത്തിയ KPCC അന്വേഷണ സമിതിയാണ് NM വിജയന്റെ വീട്ടിലെത്തിയത്. കുടുംബത്തിന് പറയാനുള്ളത് കേട്ടെന്നും വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് സമ്മതിക്കില്ലെന്നും നേതാക്കൾ. ആരോപണങ്ങളിൽ പരസ്യ പ്രസ്താവനയും നേതൃത്വം വിലക്കി. ഇതിന്റെ പേരിൽ ഒരു വാദപ്രതിവാദം ഉണ്ടാക്കാൻ സാധ്യമല്ല. ഇതിനെക്കുറിച്ച് പരസ്യമായ പ്രസ്താവന പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകരുത്, പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കരുത്. ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഒരു തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തെ കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റിയോട് പറയാൻ എല്ലാവർക്കും പറയാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഞങ്ങളതെല്ലാം അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ പരസ്യ പ്രസ്താവനകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിൻ്റെ പുറത്ത് ഒരു പരസ്യ പ്രസ്താവനയും പറ്റില്ല. ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ദീർഘനാൾ ജീവിച്ചു മരിച്ച വിജയേട്ടൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ ഉണ്ടാവും. അത് ഞങ്ങൾ ഇവരെ അറിയിച്ചിട്ടുണ്ട്. നേതൃത്വത്തെ അതിനുവേണ്ടി കൂടുതൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ധരിപ്പിക്കും. നേതാക്കളെത്തിയതിൽ സംതൃപ്തിയുണ്ടെന്നും സഹായിക്കാമെന്ന് ഉറപ്പു നൽകിയെന്നും കുടുംബത്തിന്റെ പ്രതികരണം. ഞങ്ങൾ പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് ഇത് അവരുടേതായിട്ടുള്ള ഇതിൽ സംസാരിച്ചെല്ലാം തീരുമാനങ്ങളും നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് അവർ ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. ബാധ്യതകളും എല്ലാ പ്രശ്നങ്ങളും തീർക്കാം. ഞങ്ങൾ കാര്യങ്ങൾ അത്രയും കാര്യമായിട്ട് പറയുകയും അവർ അത്രയും കാര്യമായിട്ട് അത് കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ വിശ്വസിച്ച ഒരു പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടിയുടെ ഒരു ഉറപ്പ്, അത് തന്നെ ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു. കുടുംബം പുറത്തുവിട്ട NM വിജയന്റെ കത്തിൽ IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ തുടങ്ങിയവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് നിലപാട് കടുപ്പിക്കുകയാണ് CPIM. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ KPCCയുടെ സമിതി അവിടെ എത്തി കുടുംബത്തെ കാണുമ്പോൾ അവരിപ്പോൾ വ്യക്തമാക്കുന്ന നിലപാട്, അവരിനി എന്ത് സമീപനം സ്വീകരിക്കും? അത് മറ്റൊന്ന്, ഈ CPIM ഈ കാര്യത്തിൽ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട്, അവരുടെ പ്രതിഷേധം ഇനി എങ്ങനെയായിരിക്കും സുർജിത്ത്? ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് ഈ KPCC നിശ്ചയിച്ച ഉപസമിതി ഇവിടേക്ക് എത്തിയത്. ആദ്യം എത്തിയത് വയനാട് DCC ഓഫീസിലേക്കാണ്. വയനാട് DCC ഓഫീസിൽ ND അപ്പച്ചൻ അടക്കമുള്ള നേതാക്കൾ, KL പൗലോസ് അടക്കമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. അവരുമായി ഒപ്പം T സിദ്ദിഖ് MLA ഉണ്ടായിരുന്നു. ഇവരുമായി എല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തി. മാത്രമല്ല മറ്റ് DCCയുടെ ഉപഭാരവാഹികളെല്ലാം ഉണ്ടായിരുന്നു. അവരുമായി വിശദമായി സംസാരിച്ചു. അതിനുശേഷമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും TN പ്രതാപനും സണ്ണി ജോസഫും K ജയന്തും ഉൾപ്പെടുന്ന 4-അംഗ സംഘം നേരെ ഇവരുടെ വീട്ടിലേക്ക്, NM വിജയന്റെ വീട്ടിലേക്ക് എത്തിയത്. വീട്ടുകാരുമായി വിശദമായി സംസാരിച്ചു. ഇതിനുശേഷം ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ഇവർ കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ വീട്ടുകാർ തങ്ങളുടെ വിഷയങ്ങൾ പൂർണ്ണമായും ഉന്നയിച്ചു. ആ വിഷയങ്ങൾ ഇതിനകത്ത് പരിഹാരമുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് നേതാക്കൾ നൽകിയത്. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സംഘവും പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞ കാര്യങ്ങൾ, കുടുംബത്തിന് പറയാനുള്ളതെല്ലാം കേട്ടു. ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് കരുതി തന്നെയാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ വിഷയങ്ങൾ, അതായത് കുടുംബം ഉന്നയിച്ച ആവശ്യങ്ങൾ പ്രധാനമായും അതെല്ലാം തന്നെ പാർട്ടി നേതൃത്വവുമായി അത് പങ്കുവയ്ക്കും. ഈ പ്രശ്നത്തിന് ശാശ്വതമായ രീതിയിലുള്ള പരിഹാരം ഉണ്ടാക്കും. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലനിൽക്കുന്നതിന് ഒന്നും പറയാനില്ല. അന്വേഷണം നീതിപൂർവ്വം നടക്കട്ടെ. കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ള ധാർമ്മിക ഉത്തരവാദിത്തമാണ് നിറവേറ്റിയത് എന്നും തിരുവഞ്ചൂർ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് MLA പറഞ്ഞത് KPCC പ്രസിഡന്റ് നിർദ്ദേശാനുസരണമാണ് തങ്ങൾ വന്നത്. എന്തായാലും ഈ വിജയന്റെ കത്ത് ലഭിച്ചതോടെയാണ് ഈ വിഷയത്തിൽ ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു. നേതൃത്വത്തെ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ അറിയിക്കുമെന്നും വ്യക്തമാക്കി. ഒപ്പം കോൺഗ്രസിന് വേണ്ടി ജീവിച്ചു മരിച്ച NM വിജയനൊപ്പമാണ് പാർട്ടി എന്നുള്ള കാര്യവും സണ്ണി ജോസഫ് പങ്കുവച്ചു. ഇതിനുശേഷം കുടുംബത്തിന്റെ പ്രതികരണം ഈ വിധത്തിലായിരുന്നു. കുടുംബം പറയുന്നത് തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിൽ എല്ലാം നല്ല രീതിയിൽ പാർട്ടി നേതാക്കൾ ചെയ്യുമെന്നുള്ളതാണ് കരുതുന്നത്. കേസിന്റെ വഴിക്ക് പോകും. നേതാക്കൾ വന്നതിൽ വളരെ സംതൃപ്തിയുണ്ട്. എല്ലാ കാര്യങ്ങളും നേതാക്കൾ ഗൗരവത്തിൽ കേട്ടിട്ടുണ്ട് എന്നുള്ളതും മകൻ വിജേഷും ഒപ്പം തന്നെ മരുമകൾ പത്മജിയും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ നേതാക്കൾ ഈ വിഷയത്തിൽ ബാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ സഹായം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ലഭിച്ചതായും പറയുന്നുണ്ട്. ഇതിൽ ഇനി DCC എന്നുള്ള ഇടനിലയില്ല, നേരെ ഈ സമിതിയും അതോടൊപ്പം അപ്പുറത്ത് ഈ കുടുംബവും എന്നുള്ള തരത്തിലാണ് ഇനിയുള്ള സംസാരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന്റെ കണക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ശേഖരിച്ച് നൽകാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇവർ നൽകിയിട്ടുണ്ട്. അത് കൃത്യമായ രീതിയിൽ തന്നെ അടുത്ത ദിവസം തന്നെ ഈ കുടുംബം നൽകുമെന്നുള്ളത് അത് അറിയിച്ചിട്ടുണ്ട്. ഈ ബാധ്യതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൽ തീരുമാനം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ സാഹചര്യത്തിൽ ഇനി പരസ്യ പ്രസ്താവനകൾ വേണ്ട എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയിട്ടുണ്ട്. അത് പ്രകാരം തന്നെ ഇനി കുടുംബം
പ്രതികരിക്കാൻ ഇല്ല എന്നുള്ള തരത്തിലേക്കുള്ള നിലപാടിലേക്കാണ് കുടുംബം എത്തിയത്. പക്ഷേ ഇതിനകത്ത് CPIM ഇത് രാഷ്ട്രീയ ആയുധമാക്കി തന്നെ എടുക്കുകയാണ്. CPIM ഇന്ന് വൈകിട്ട് നൈറ്റ് മാർച്ച് ബത്തേരിയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഒരു വലിയ രീതിയിലുള്ള മാർച്ച്, കാരണം ശക്തി പ്രകടനം പോലെ അത്രമാത്രം പങ്കാളിത്തോടുകൂടി ഉള്ള മുന്നൊരുക്കങ്ങൾ നടത്തി. അതായത് CPIMന്റെ ലോക്കൽ കമ്മിറ്റി യോഗങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ ക്രമക്കേട് പൂർണ്ണമായും പുറത്തു കൊണ്ടുവരും എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് CPIM ഉന്നയിക്കുന്നത്. മാത്രമല്ല IC ബാലകൃഷ്ണന്റെ രാജി, ഒപ്പം തന്നെ ഈ നേതാക്കൾ, ഈ കത്തിൽ ഉള്ള പേരുള്ള നേതാക്കൾക്കെതിരെ കേസെടുക്കുക, അതുവരെയും പ്രക്ഷോഭം തുടരും എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസും വിജിലൻസും ചില നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. വിജിലൻസ് ഇപ്പോൾ നിലവിൽ 4 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ 2 പേർക്കെതിരെ 2 കേസുകളിൽ 2 പരാതിക്കാരുടെ കേസുകളിൽ FIR ഇട്ടിട്ടുണ്ട്. ഒന്ന് പുൽപ്പള്ളി സ്വദേശിയായിട്ടുള്ള സായൂജിന്റെ പരാതിയിലാണ്. സായൂജ് സഹോദരന് വേണ്ടിയാണ് പണം നേതാക്കൾക്ക് കൈമാറിയത്. ആ കേസിൽ പ്രതി ചേർത്തുകൊണ്ട് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ പ്രതി ചേർത്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴൂർ സ്വദേശി പത്രോസിന്റെ പരാതിയിലും ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ നടപടിയും നടന്നു വരികയാണ്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.